ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എടുക്കുന്നത്. കുറേ ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് ഇടണം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി കാണാനൊക്കെ ഇഷ്ടമല്ലേ? എനിക്കും അങ്ങനത്തെ വീഡിയോസ് കാണാനാട്ടോ ഇഷ്ടം. പിന്നെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് ഒരു പെർട്ടിക്കുലർ പേരൊക്കെ സെർച്ച് ചെയ്ത് അതിൻ്റെ വീഡിയോസ് നോക്കുക. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ റാൻഡം ഹാപ്പി വീഡിയോസ് കാണുന്നതാണ് ഇഷ്ടം. അപ്പോൾ എന്താണ് ഡേ ഇൻ മൈ ലൈഫ് ഇടാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ടാണ്. അത് പറഞ്ഞ് മടുത്തു. ഞാൻ എങ്ങനെയാണ് സമയം ഉണ്ടാക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഒറ്റ ലൈനിൽ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്, എന്തോ ഒരു മെസ്സേജ് വന്നു. ഒറ്റ ലൈനിൽ പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു രാവിലെ ഒരു 10-10 ആകുമ്പോഴത്തേനും എണീക്കും. എന്നും ഇവിടെ ആയതുകൊണ്ട് കേട്ടോ, ഒരു 10-10:30 മേ ബി 11 മണിയാവില്ല. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് 10-10:30 ആകുമ്പോഴത്തേനും എണീക്കും. എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ ഫ്രഷനപ്പ് പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേനും അത് കഴിയുന്നതിന് മുൻപ് തന്നെ 10-10:30 ആകുമ്പോഴത്തേനും എനിക്ക് വർക്കിംഗ് എൻ്റെ മൈൻഡ് അങ്ങോട്ടേക്ക് ആയിട്ടുണ്ടാകും. കാരണം നമുക്ക് കുറച്ച് റിപ്പോർട്ട്സ് ഒക്കെ ഇടാനുണ്ട്, അതിടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷായി ചില ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ മീറ്റിംഗ് വരും. അപ്പോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. ഒരു 12:30 മേ ബി 1, ചില ദിവസമൊക്കെ 2 o'clock വരെയൊക്കെ മീറ്റിംഗ് പോവും. എന്തെങ്കിലും ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കുറച്ചധികം സമയം പോവും. പിന്നെ ഒരു 1 hour ബ്രേക്ക് കിട്ടും. ചില സമയത്ത് ഒരു 45 minutes ബ്രേക്ക് കിട്ടും. ചില ദിവസം കുറേ സമയം ബ്രേക്ക് കിട്ടും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഇപ്പോൾ ഒരു 2 o'clock 2:30 ആകുമ്പോഴത്തേനും വീണ്ടും നെക്സ്റ്റ് മീറ്റിംഗ് വരും. ഇരുന്ന് കയറി ഇപ്പുറത്ത് കയറുന്നു, അവിടെ നിന്ന് ഇറങ്ങി അപ്പുറത്ത് കയറുന്നു, അപ്പുറത്ത് നിന്ന് ഇറങ്ങി ഇപ്പുറത്ത് കയറുന്നു. അതാണ് എൻ്റെ അവസ്ഥ ഇപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ 4 മണി തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ വർക്കിംഗ് ഹവേഴ്സ് ആണ്. 4 മണി തൊട്ട് ഒരു 10-10:30 വരെ ഒന്നും ചിന്തിക്കണ്ട. 10:30 ഒക്കെ ആകുമ്പോഴത്തേനും റിപ്പോർട്ടൊക്കെ ഇട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞ് അന്ന് മൈൻഡ് അപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. കാരണം സംസാരിക്കുന്ന ഒരു ജോലിയാണ് എൻ്റെ. ഞാൻ സംസാരിക്കണം. ഐ സ്പീക്ക് ടു പീപ്പിൾ. അപ്പം അതുകൊണ്ട് അത്രയും സമയം സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് സംസാരമേ വെറുത്തു പോയൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെ സംസാരിച്ചിട്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പം അങ്ങനെ 10-10:30 കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെയാണ് ഞാൻ ഉറങ്ങാതെയാണ് ഈ ഇടുന്ന വീഡിയോ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഒരു 2, 2:30, 3 മണിയാവാണ്ട് ഞാൻ ഉറങ്ങാറില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ് നമ്മൾ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചാനലിലേക്ക് ഇങ്ങനെയുള്ള വീഡിയോ അല്ലാണ്ട് കുറച്ച് പ്രൊമോഷൻസിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാനുണ്ട്. അതായത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ലൈക്ക് UGC ക്രിയേഷൻ എന്ന് പറയും. ഇപ്പോൾ ബ്രാൻഡ്സ് അവരുടെ നമ്മുടെ ഫേസ് ഒന്നും കാണിക്കാണ്ട് പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് മാത്രം എടുത്ത് അയച്ചു കൊടുക്കുന്ന ഒരു ചെറിയ ചില്ലറ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ്സ് ഒക്കെ വന്ന് കിടക്കുന്നുണ്ട്. കുറേ ചെയ്യുന്നുണ്ട്. രാത്രി ഇരുന്നാൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, രാത്രിയാണ് എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലെല്ലാം കൂടെ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ, ഫുൾ ഡേ ഒക്യുപ്പൈഡ് ആയിട്ടൊരു വീഡിയോ എടുക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടുന്നുണ്ടായിട്ടില്ല. പക്ഷേ ഐ എം ഷുവർ ഐ വിൽ കം ബാക്ക്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ ഭയങ്കര ഡൗൺ ആണ് ഇപ്പോൾ. ചാനലിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല എന്തുകൊണ്ട് എങ്ങനെ ആയിപ്പോയി. അപ്പോൾ 2 ചാനലാണിപ്പോൾ. അതിലേക്കും ഇതിലേക്കും എനിക്ക് വീഡിയോ എടുക്കണം. എങ്ങനെയാണ് ഞാൻ കോമ്പൻസേറ്റ് ചെയ്ത് കൊണ്ടുപോവുക, വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ അപ്പുവിനെ ഏൽപ്പിക്കുക. ഇപ്പം അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ തന്നെ എല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഓവർവെൽംഡ് സിറ്റുവേഷൻ ആണിപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. കഥ പറഞ്ഞ് ഇത്രയും സമയമായി. ഫുഡ് കഴിച്ചിട്ട് ഫസ്റ്റ് വി ഹാവ് പുട്ടുണ്ട്. പുട്ടും ഇത് ചിക്കൻ കറിയാണെന്ന് തോന്നുന്നു. ചിക്കനാണോ ഇത്? ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാട്ടോ ഞാൻ കാണിച്ചു തന്നു. പിന്നെ ഞങ്ങൾ സംസാരത്തിൽ പൊട്ടുപോയി. പെട്ടെന്ന് അച്ഛനും അമ്മയും വന്നിട്ട് അവർ ഭക്ഷണം കഴിച്ച് പോയി കേട്ടോ. പുട്ടും ചിക്കൻ കറിയും പിന്നെ ഇത് ഫിഷ് ഫ്രൈ ഉച്ചക്കത്തേക്ക് വറുത്ത് വെച്ചതാ. പക്ഷെ എനിക്ക് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം ഞാൻ കഴിക്കില്ല, കാരണം ഓൾറെഡി ഉച്ചയായി. അപ്പോൾ ഇത് കഴിക്കട്ടെ. സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല. എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയാണ് മെയിനായിട്ട് ചെയ്ത് തീർക്കാനുള്ളത്. ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ വരുമ്പോഴത്തേനും അത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ നോക്കണം. വേറെ 2-3 ഷോർട്സ് എഡിറ്റ് ചെയ്ത് വെക്കാനുണ്ട്. ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഒരു 2 ദിവസമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള വീഡിയോ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് ഇട്ടാൽ മതിയല്ലോ. എല്ലാം കൂടെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത് വിട്ട് കളയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ബിക്കോസ് എനിക്ക് കുറേ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പോൾ വീഡിയോ ചോദിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. മെസ്സേജ് അയക്കുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ തരാറില്ലേ? ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ TVയോ എന്തെങ്കിലുമൊക്കെ കാണട്ടെ കേട്ടോ. കാരണം ഇന്ന് ഭയങ്കര റിലാക്സിങ് ഡേ ആണ്. ഉച്ചപ്പോൾ ഒരു 2 മണിയൊക്കെ ആയോ കേട്ടോ. സമയം 2 മണിയായി. എന്നിട്ടാണ് ഞാൻ ആദ്യത്തെ ഭക്ഷണം കഴിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു ഇച്ചിരി തണ്ണിമത്തൻ കഴിച്ചു. തണ്ണിമത്തൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വത്തക്ക, വാട്ടർമെലൺ ആണ് ഞങ്ങൾ തണ്ണിമത്തൻ എന്ന് പറയാം. തണ്ണിമത്തൻ കഴിച്ചു. അച്ഛൻ മുറിച്ച് കൊണ്ട് തന്നു. അപ്പം ഞാൻ ഒരു കോളിലായിപ്പോയി. അതാണ് എനിക്ക് അച്ഛനെ അമ്മേനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
അപ്പോൾ ഇനി ഉച്ചയ്ക്ക് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ മേ ബി ഒന്ന് പുറത്ത് പോകും. അമ്മേൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകണം. എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. എനിക്കൊരു കണ്ണാടിയൊക്കെ വാങ്ങാൻ പോകണം. അങ്ങനെ കണ്ണാടി ലൈക്ക് സ്പെക്സ്. ഓക്കെ, അപ്പോൾ പോയിട്ട് വരാം. ഇപ്പം ഞാൻ എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ എനിക്കൊരു കണ്ണാടി വാങ്ങിക്കണം എന്ന് പറഞ്ഞില്ലേ, ഞാൻ സ്പെക്സ് വെക്കുന്ന ആളാണ് കേട്ടോ. സ്പെക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പവറൊന്നുമില്ല, പക്ഷേ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്പെക്സ് വെച്ചില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് തലവേദന വരും. എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഈ ലൈറ്റ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഒന്ന് സ്പെക്സ് എൻ്റെ ഓൾറെഡി ഉള്ളത് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ ഒന്ന് മാറ്റിയേക്കാം. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഏത് വെക്കുമ്പോൾ ചേട്ടൻ ഇങ്ങനെ നല്ല രസമുണ്ട്, സൂപ്പർ, അടിപൊളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാം നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ ഇതാണോ എടുത്തേ എന്നുള്ളത്. എനിക്ക് ഈ മറ്റേ കളറുള്ളത് വേണ്ട എന്നുള്ളത് ആയിരുന്നു. ട്രാൻസ്പെറൻറ്റ് മതി, ലൈക്ക് ഇങ്ങനത്തെ ഫ്രെയിം മതി എന്ന്. അപ്പം അമ്മേൻ്റെ വീഡിയോഗ്രാഫിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അമ്മ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നേ. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷമുള്ള പരാക്രമത്തിന് ശേഷമാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. എനിക്ക് ഇതൊക്കെ വെച്ച് കാണുമ്പോൾ എൻ്റെ ഫേസേ മാറിയ പോലെ ഉണ്ട്. നിങ്ങൾ പറ, ഏതാ രസമുള്ളത്? ഞാൻ എടുത്തത് രസമുണ്ടോ ഇല്ലേ എന്ന് പറയണേ. എനിക്ക് കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇന്ന് ചെയ്യാനുണ്ടായിട്ടില്ല. ഇന്ന് ആകെ പ്ലാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ കണ്ണാടി വാങ്ങിക്കുക എന്നുള്ളതാണ്. കാരണം ഇനി കണ്ണൂർ പോവാണ് ഞാൻ. അപ്പോൾ കണ്ണൂർ പോകുന്നതിന് മുന്നേ ഇത് സെറ്റാക്കി പോകാമല്ലോ വെച്ചിട്ട്. അപ്പോൾ അമ്മ ഇരുന്ന് ഫോണിൽ കളിക്കുകയാണ്. ഞാനും അമ്മയും കൂടെ എന്നിട്ട് ഇതെല്ലാം വാങ്ങിച്ചു കേട്ടോ. എന്നെ ഏറ്റവും കൂടുതൽ വീഡിയോ എടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണാൻ കിട്ടില്ലായിരിക്കും. ഞാൻ അമ്മയ്ക്ക് ഉറപ്പാണ് ഞാൻ വീഡിയോ എടുക്കില്ല എന്നുള്ളത്. കാരണം ഞാൻ മറന്നു പോകും അതിൻ്റെ കാര്യം. ഞാൻ വേറെ ഏതോ ലോകത്തായിരിക്കും. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞാൽ ഫോണിൽ വന്നേ, ഞാൻ നിന്നെ എവിടെയെങ്കിലും തലവട്ടം കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ എന്നെ കാണുമ്പോൾ വീഡിയോ ഓണാക്കി പിടിക്കുക കേട്ടോ. അപ്പം അച്ഛനിങ്ങനെ കുഞ്ഞാ അതെടുത്തോ നീ, ഇതെടുത്തോ നീ എന്ന് പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞു തരാമെന്ന്. എല്ലാം കൂടി എടുത്തിട്ട് ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകാനാണ്. എനിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്നാക്സ് പോലെയൊക്കെ കഴിക്കാനും പിന്നെ ഈസി ടു മേക്ക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റൂമിൽ നിന്നൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനം കേട്ടോ ഞാൻ വാങ്ങിക്കുന്നത്. കാരണം കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പുറത്ത് പോകാറില്ല. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഹോസ്റ്റലിലേക്കൊക്കെ പോകുന്നൊരു ഫീലാണ് എനിക്ക്. ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് വരും. എന്നാലാണ് എനിക്ക് വർക്കിംഗ് ഹവേഴ്സിൽ എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ അച്ഛനും എൻ്റെ അനിയനൊക്കെ ഉള്ളതുകൊണ്ട് എടാ ഇത് വരുമ്പോൾ കൊണ്ടുതാ അത് വരുമ്പോൾ കൊണ്ടുതാ എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുതരും. ഇവിടെ ഞാനും അമ്മയും മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ പോകണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ അത് നോട്ട് പോസിബിൾ. അപ്പോൾ അവിടെ എത്തിയ ഉടനെ അച്ഛൻ ഒരു സാധനമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡും കൂടെ കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇത് നല്ല പൊറോട്ട, ചിക്കൻ ഫ്രൈ തിന്ന് പകുതിയായപ്പോഴാണ് ഓർമ്മ വന്നത് കേട്ടോ. പൊറോട്ട എനിക്കൊരു സ്പെഷ്യൽ സാധനം ഉണ്ട്, അത് വന്നിട്ടില്ല. കപ്പ മിക്സ്. വലിയൊരു ഹൈപ്പർ മാർക്കറ്റിലാണ് പോയത്. അവിടുന്ന് വാങ്ങാൻ മറന്നുപോയ കാര്യങ്ങൾ നാട്ടിലുള്ള വേറൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. ഹലോ ഗായ്സ്, ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച കണ്ണാടി. ഇന്നലെ പിന്നെ പുറത്ത് പോയി വന്നിട്ട് പിന്നെ ഒന്നും എടുത്തില്ല. കാരണം സത്യം പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച് വന്നു. പിന്നെ കുറച്ച് സമയം സംസാരിച്ചു, ഞാൻ അപ്പൂനെ ഫോൺ വിളിച്ചു, അങ്ങനെ കിടന്നുറങ്ങി. അതാണ് ചെയ്തത്. അപ്പം എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ കണ്ണാടി വെക്കേണ്ടുള്ളൂ കേട്ടോ. എനിക്ക് പവറൊന്നുമില്ല. എനിക്ക് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ കണ്ണാടി വെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിച്ചു തരാനില്ല. കാരണം ഇന്ന് എനിക്ക് വർക്കിംഗ് ഡേ ആണ്. ഞാനൊരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് എന്നുള്ളൊരു കാരണം. അപ്പോൾ ഇപ്പം ഞാൻ ഇനി വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ. എനിക്കിനി രാവിലത്തെ ഒരു മോർണിംഗ് സെഷൻ കഴിഞ്ഞു, ഒരു മീറ്റിംഗ് കഴിഞ്ഞു. ഇനി എനിക്ക് ലഞ്ച് ബ്രേക്കാണ്. ലഞ്ച് കഴിക്കുന്നു. ഒരു ഇത്തിരി സമയം ബ്രേക്ക് കിട്ടും എനിക്ക്. ആ ബ്രേക്കിന് ഞാൻ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ വേഗം തന്നെ ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നു നിങ്ങളുടെ അടുത്തേക്ക്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാനിങ്. എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ഫാമിലി. ബിക്കോസ് നമ്മുടെ ഫാമിലി ബിഗ് ബൈ വരുന്നുണ്ട്. അതിനിടയിൽ കുറേ ആൾക്കാർ പൊഴിഞ്ഞു പോയി. അത് ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പോയവരൊക്കെ നിങ്ങൾ എന്തിനാണ് പോയത്, വീഡിയോ ഇടാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ വീണ്ടും പുതിയ ആൾക്കാർ വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.